ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡുകളെന്ന് പറയുന്നത് 7 ഓഫ് കപ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ദ മൂൺ, കിങ് ഓഫ് കപ്സ്, പിന്നെ നമുക്ക് കിട്ടിയിരുന്ന 8 ഓഫ് സോട്സും ആണ്. ഇനി നമുക്ക് ഈ സ്പ്രെഡുകൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 7 ഓഫ് കപ്സ് പറയുന്നത് ഈ ആഴ്ച ആദ്യം കുറച്ച് കൺഫ്യൂഷനും മൾട്ടിപ്പിൾ ഓപ്ഷൻസും വരാൻ സാധ്യതയുണ്ടെന്നാണ് 7 ഓഫ് കപ്സ് പറയുന്നത്. അതായത് ഒരാളല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, പല കാര്യങ്ങളും പല ചിന്തകളും മനസ്സിൽ വന്ന് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് അതിനുശേഷം ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരാനുള്ള എനർജി ഉണ്ട്. ഇത് ഒരു റിലേഷൻഷിപ്പ് പ്രപ്പോസൽ, അല്ലെങ്കിൽ മണി, വർക്ക്, അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും വർക്ക് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ഒരു പുതിയ തുടക്കം, ഇതിലൊന്നായിരിക്കാം എന്നാണ് പറയുന്നത്. റിയൽ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടും. അതായത് പുതിയൊരു ജോബോ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വേറൊരു ഓപ്പർച്യൂണിറ്റീസോ, ഒരു പുതിയ റിലേഷൻഷിപ്പോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമെന്നാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പിന്നെ നമുക്ക് കിടക്കുന്ന മൂണാണ്. പക്ഷേ ഇവിടെ ഒരു ഹിഡൻ ഫീലിങ്സ് അല്ലെങ്കിൽ സീക്രറ്റ്സ് ഡൗട്ട് കാണിക്കുന്നു. ആരെങ്കിലും നിങ്ങളുടെ എല്ലാം ഓപ്പണായിട്ട് പറയാത്തതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ക്ലാരിറ്റി ഇല്ലാത്തതായിട്ടുള്ള എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാമെന്നാണ് ദ മൂൺ സൂചിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ കിങ് ഓഫ് കപ്സ് ആണ്. ഈ കാർഡ് ഒരു ഇമോഷണലി മെച്യൂർ മെയിൽ എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഫീലിങ്സ് ഉണ്ടെങ്കിലും പുറത്തേക്ക് ഫുള്ളായി കാണിക്കാത്തവനോ, ഒരു കാം കെയറിങ് ടൈപ്പ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പേഴ്സൺ ആയിരിക്കാനും ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിലൊരാളുണ്ടെങ്കിൽ ആളുടെ ഒരു ബിഹേവിയർ ആയിരിക്കാം ഈ കിങ് ഓഫ് കപ്സിൽ വന്നിരിക്കുന്നത്. 8 ഓഫ് സോട്സ് പറയുന്നത് വീക്കെൻഡിൽ, അതായത് ആഴ്ചയുടെ അവസാനം നിങ്ങൾക്ക് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ സ്റ്റക്ക് ഫീലിങ്സ് വരാം. സിറ്റുവേഷൻസ് ക്ലിയർ ആകാത്തത് കൊണ്ട് മൈൻഡിൽ സ്ട്രെസ് വരാനുള്ള ചാൻസസും കൂടുതലായിരിക്കുമെന്നാണ് ഈ 8 ഓഫ് സോട്സ് പറയുന്നത്. ഓവറോൾ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ചാൻസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കൺഫ്യൂഷൻ, ഹിഡൻ ഫീലിങ്സ് കൂടെ ഉണ്ടാകും. ഒരു മെയിൽ പേഴ്സൺ ഇമോഷണലായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന എനർജിയും കാണിക്കുന്നു. ക്ലാരിറ്റി വരാൻ അല്പം സമയമെടുക്കും എന്നാണ് ഈ സ്പ്രെഡുകൾ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.